പ്രിയ സജ്ജനങ്ങളെ, സാദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കുവാനുള്ളത് വിശ്വകർമാവിനെ കുറിച്ചും പൃഥുവിനെ കുറിച്ചാണ്. ഹനുമാൻ ജനകോ വ്യാസോ വസിഷ്ഠശുഗോ ബലി ദദീജി വിശ്വകർമാണൗ പൃഥു വാൽമീകി ഭാർഗവ. വിശ്വകർമാവ് ശില്പകലയുടെ അതിദേവതയാണ് വിശ്വകർമാവ്. യോഗസിദ്ധി നേടിയിരുന്ന വരസ്ത്രീയുടെയും പ്രഭാസ ഋഷി എന്ന വസുവിൻ്റെയും പുത്രനാണ് വിശ്വകർമാവ്. ഞാൻ തന്നെയാണ് വിശ്വകർമാവെന്ന് ബ്രഹ്മാവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വജ്രായുധം, മഹാവിഷ്ണുവിൻ്റെ ചക്രം, ശിവന്റെ ത്രിശൂലം, ത്രിപുരയുദ്ധത്തിൽ ശിവന്റെ രഥം, യമസഭ, വരുണസഭ എന്നിവയെല്ലാം വിശ്വകർമാവ് നിർമ്മിച്ചു. ലങ്കയും ദ്വാരകയും നിർമ്മിച്ചതും ദേവശില്പിയായ വിശ്വകർമാവ് തന്നെ. ഋഗ്വേദത്തിലെ സൂക്തങ്ങളിൽ ദേവതയായി വിശ്വകർമാവ് സ്തുതിക്കപ്പെടുന്നുണ്ട്. ദേവന്മാർക്ക് വിമാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതും വിശ്വകർമാവാണ്. രാമായണത്തിലെ നളൻ എന്ന ശില്പിയായ വാനരൻ വിശ്വകർമാവിന് ഒരപ്സര സ്ത്രീയിൽ ജനിച്ച പുത്രനാണ്. വിശ്വകർമ്മ ജയന്തിക്ക് സ്ഥാനീയ തലങ്ങളിൽ എല്ലാ ശില്പികളും പണിയായുധങ്ങൾ പൂജിക്കുന്നു. സെപ്റ്റംബർ 17 വിശ്വകർമ്മ ജയന്തിയായി, ദേശീയ തൊഴിലാളി ദിനമായി ഭാരതീയ മസ്ദൂർ സംഘമൊക്കെ ആചരിക്കുകയും ചെയ്യുന്നു. അതായത് നമ്മളെ സംബന്ധിച്ച് തൊഴിലാളി ദിനം എന്ന് പറയുന്നത് മെയ് 1 മെയ് 1 എന്ന് പറയുന്നത് നമ്മുടെ നാടുമായി ബന്ധപ്പെട്ടതേ അല്ല. മെയ് ദിനത്തിലെ വിപ്ലവമെല്ലാം തന്നെ മറ്റ് രാജ്യത്തിൻ്റെ വിപ്ലവ ചരിത്രമൊക്കെയായി ബന്ധപ്പെട്ടതാണ്. ഭാരതീയ തൊഴിലാളി ദിനം എന്ന് പറയുന്നത് വിശ്വകർമ്മ ജയന്തിയാണ്, വിശ്വകർമാവിൻ്റെ ജയന്തി. വിശ്വകർമാവ് ദേവശില്പിയാണ്. ആ ദേവന്മാരുടെ ശില്പിയുടെ ജയന്തിയാണ് നാം തൊഴിലാളി ദിനമായിട്ട് ആചരിക്കേണ്ടത്. അപ്പോൾ അടുത്തത് നമുക്ക് പഠിക്കേണ്ടത് കർഷക രാജാവായ പൃഥുവിനെ കുറിച്ചാണ്. ഭൂമിക്ക് പൃഥി എന്ന പേര് കിട്ടിയത് പൃഥു ഈ ഭൂലോകത്തെ ഏക ചക്രവർത്തിയായിരുന്നത് കൊണ്ടാണ്. പൃഥുവിൻ്റെ അച്ഛൻ വേനൻ എന്ന രാജാവ് മഹാദുഷ്ടനായിരുന്നു. തന്നെ പൂജിക്കാൻ പറയുകയും യജ്ഞങ്ങൾ മുടക്കുകയും മഹർഷിമാരെ ധിക്കരിക്കുകയും ചെയ്തപ്പോൾ ഋഷിമാർ അയാളെ ശപിച്ചു കൊന്നു. പിന്നെ അയാളുടെ വലങ്കൈ കടഞ്ഞുണ്ടാക്കിയ പുത്രനാണ് പൃഥു. പൃഥു സർവഗുണസമ്പന്നനാണ് എന്നത് കണ്ട് ഋഷിമാർ അദ്ദേഹത്തെ ഭൂമിയുടെ രാജാവായി അഭിഷേകം ചെയ്തു. തൻ്റെ പ്രജകൾ ക്ഷാമം കൊണ്ട് കഷ്ടപ്പെടുന്നത് കണ്ട പൃഥു മലകൾ വടക്കോട്ട് പറിച്ചു നട്ട് ഭൂമി എല്ലാ സമതലവും ഫലഭൂയിഷ്ഠമാക്കി. അങ്ങനെ ശാസ്ത്രീയമായി കൃഷി ചെയ്യാൻ തുടങ്ങിയ ആദ്യ കർഷക രാജാവായിട്ട് പൃഥു അറിയപ്പെടുന്നു. തൻ്റെ പാൽ കറന്നെടുത്ത് അതിൽ നിന്നും സകല കാർഷിക വിഭവങ്ങളുണ്ടാക്കാൻ ഭൂമിദേവി പൃഥുവിനെ അനുഗ്രഹിച്ചതോടെ എങ്ങും സുഭിക്ഷമായി. ജനങ്ങൾ ആനന്ദത്തോടെ കഴിഞ്ഞു. രാജാ പൃഥു 99 അശ്വമേധം നടത്തിയത് കണ്ട് ഇന്ദ്രൻ അസൂയാലുവായി. യാഗാശ്വത്തെ തട്ടിക്കൊണ്ടുപോയി. അച്ഛനെപ്പോലെ തന്നെ വീരനായ പുത്രൻ വിജിനാശൻ യാഗാശ്വത്തെ തേടിയെത്തിയപ്പോൾ ഇന്ദ്രൻ യാഗാശ്വത്തെ വിട്ടുകൊടുത്തു. ഇന്ദ്രനെ രാജാവ് കൊല്ലാനൊരുങ്ങിയപ്പോൾ യജ്ഞഭംഗം ഭയന്ന് പിന്തിരിപ്പിച്ചു. രാജാവ് 100 യജ്ഞം പൂർത്തിയാക്കി. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് രാജ്യത്ത് പൂർണ്ണശാന്തിയും സമാധാനവുമായിരുന്നു. മനുഷ്യർ മാത്രമല്ല, സകല വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും രാജാവിൻ്റെ ഭരണത്തിന് കീഴിൽ സന്തുഷ്ടരായിരുന്നു. ജനങ്ങളെല്ലാം ധർമ്മനിഷ്ഠരുമായിരുന്നു. തൻ്റെ മൂത്ത മകൻ വിജിനാശ്വനെ അനന്തരഗാമിയായി രാജ്യാഭിഷേകം നടത്തിയ പൃഥു തൻ്റെ പൂർവികനായിരുന്ന ധ്രുവനെപ്പോലെ കഠിന തപസ്സു ചെയ്തു. ഭൂമിയിൽ സമതലങ്ങൾ ഉണ്ടാക്കിയതും നഗര ഗ്രാമനിർമ്മാണം നടത്തിയതും കൃഷി, ഗോരക്ഷാ കച്ചവടം എന്നിവെല്ലാം തുടങ്ങിവെച്ചതും പൃഥുവായിരുന്നു. പൃഥു എല്ലാ ജീവജാതികൾക്കും ലോകത്തിനും വേണ്ട എല്ലാ വ്യവസ്ഥകളെയും ചെയ്തു. തൻ്റെ അവസാന കാലത്ത് തപസ്സിൻ്റെയും യോഗശക്തിയുടെയും ബലം കൊണ്ട് അദ്ദേഹം പരബ്രഹ്മത്തിൽ വിലയം പ്രാപിച്ചു. അദ്ദേഹത്തിൻ്റെ പത്നി അർച്ചിസും ആ ചിതയിൽ തന്നെ ആത്മാഹുതി ചെയ്തു. ഭാരതത്തിൻ്റെ മാത്രമല്ല, ലോകത്തിൻ്റെ തന്നെ സുവർണ കാലഘട്ടമായിട്ട് പൃഥുവിൻ്റെ ഭരണകാലം അറിയപ്പെടുന്നു. പൃഥു
ഭൂമിദേവി മുഴുവൻ ഭരിക്കപ്പെട്ടത് പൃഥുവിൻ്റെ കീഴിലായിരുന്നു എന്നതുകൊണ്ട് ഭൂമിക്ക് പൃഥി എന്ന പേര് ലഭിച്ചു. ആ പൃഥുവിനെയും വിശ്വകർമാവിനെയും നാം നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.